It's very hard to you guys. No, I was not able to breathe. ഇത് ഫുക്കും ഡേ 2 രാവിലെ എനിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കുറച്ച് സമയത്തേക്ക് എന്തുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല കേട്ടോ. അവർ ആക്ച്വലി 8:30 പിക്കപ്പ് പറഞ്ഞു. ബട്ട് ഞങ്ങൾ രാത്രിത്തെ ക്ഷീണം കൊണ്ടോ ട്രാവൽ കൊണ്ടോ ഒക്കെ ഉറങ്ങിപ്പോയിട്ടോ. ഞങ്ങള് എനിച്ചപ്പോ തന്നെ 8:15 8:20 കഴിഞ്ഞു. ഞെട്ടി എനിച്ചതാ. പിന്നെ കൈ കിട്ടണമൊക്കെ എടുത്തിട്ട് വാവയ്ക്ക് ഫുഡും കൊടുക്കണമല്ലോ. ഫുഡ് ഞങ്ങൾ കയ്യിൽ കുറുക്കിയെടുത്ു. അങ്ങനെ എങ്ങനെയൊക്കെയോ അതേ വണ്ടി കയറി. കണ്ടോ, ഗ്രൂപ്പ് ടൂറാണ്. അപ്പൊ ബാക്കിയെല്ലാവരും നമുക്ക് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 8:45 9 ആയി വണ്ടി കയറിയപ്പോ. ഞങ്ങക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ പറ്റിയില്ല. ആകപ്പാടൊരു ചകപ്പോയായിരുന്നു കേട്ടോ. നമ്മളിതേ 4 ഐലൻഡ് ടൂർ ആണ് ഇന്നത്തെ പ്ലാൻ. 4 ഐലൻഡ് ടൂർ നമ്മൾ 4 ഐലൻഡ്സിക്കാണ് പോണേ. പോകുമ്പോ നമ്മൾ ഈ ബോട്ടിലാണ് പോണേ. തിരിച്ചു വരുമ്പോ കേബിൾ കാർ. രണ്ടും കേബിൾ കാർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതാകുമ്പോ നമുക്ക് രണ്ടും എൻജോയ് ചെയ്യാലോ. വാവ ആദ്യമായിട്ടാണ് കയറുന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നില്ല അവൻ അത്ര കണ്ട് എൻജോയ് ചെയ്തു എന്ന്. ബട്ട് ഓക്കെ. പക്ഷെ വാവനെക്കാളും കൂടുതൽ എനിക്കാട്ടോ പറ്റും പ്രശ്നം. എനിക്ക് തോന്നുന്നു ചെറിയൊരു സീസിക്കാണെന്ന് തോന്നുന്നു. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴേ എനിക്കിങ്ങനെ ചെറുതായിട്ട് വൊമിറ്റ് ചെയ്യാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് ചെറുതായിട്ട് മൈഗ്രെയിൻ ട്രിഗർ ആക്കി. അപ്പൊ മൈഗ്രെയിനും പിന്നെ അതിന്റെ കൂടെ ഈ വോമിറ്റിംഗ് ടെൻഡൻസിയും പിന്നെ എനിവേസ് ഞങ്ങളിത് ഇവിടെ ഫസ്റ്റ് ഐലൻഡിൽ ഇറങ്ങി. ഫസ്റ്റ് ഐലൻഡിൽ നമുക്ക് സീ വാക്കിംഗ് ആണ് കേട്ടോ ഉള്ളത്. ഇത് സ്റ്റാൻഡേർഡും ചെയ്യാം പ്രീമിയം ചെയ്യാം. ഇത് പ്രീമിയത്തിന്റെ പൂളാണ്. ഒരു വൈറ്റ് കണ്ടോ, അത് അവര് സീ വാക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ ഹെൽമെറ്റ് ആണ് കേട്ടോ. അപ്പം ഇച്ച പ്രീമിയം ആണ് ചെയ്ത്. ഓൾമോസ്റ്റ് 6,000 7,000 റേഞ്ചിലെത്തി. ആകെ ഒരു തവണയല്ലേ ലൈഫിൽ ചെയ്യുള്ളൂ. അപ്പൊ നല്ല ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. ഇത് കുറച്ചുകൂടി ഡീപ്പാണ്. കുറച്ചും കൂടി നല്ല കോറൽസും വലിയ ഫിഷിനും ഒക്കെ കാണാൻ പറ്റി. ഇച്ച സ്റ്റാർ ഫിഷിനൊക്കെ കയ്യിലെടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. അവൻ പ്ലാസ്റ്റിക് അത് വിചാരിച്ചത്രേ. അവന് ഈ സീയും വെള്ളം ഇച്ചിരി പേടിയാണ്. പക്ഷെ എന്നാലും എക്സ്പ്രഷനൊക്കെ മറിക്കുന്നുണ്ട് ആള്. പിന്നെ ഈ പ്രീമിയത്തിന് കൂടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അവർ എടുത്തു തരും. അത് ഫ്രീ ആയിട്ട് ചെയ്തു തരും. സോ എന്തായാലും പ്രീമിയം തന്നെ ചെയ്തു. പിന്നെ ഭാവിയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇച്ച സീ വർക്കും ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഐലൻഡിൽ സ്നോപ്ലിംഗ് ഉണ്ടല്ലോ. അപ്പം അത് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. മീൻ വയൽ ഞങ്ങൾ പുറത്ത് ചൂടും എടുത്ത് എനിക്കിങ്ങനെ തലവേദനയും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ഒരുമാതിരി അവസ്ഥയിൽ ഇരിക്കായിരുന്നു കേട്ടോ. പിന്നെ അത് അടുത്ത ഐലൻഡിലെത്തി ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡാണ്. അപ്പൊ ബേസിക്കലി ഇവിടെ കുറെ ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. പിന്നെ നല്ല കാഫേസ് ഉണ്ട് ഭക്ഷണം കഴിക്കാൻ. അപ്പൊ ഞാൻ എന്റെ കോൾഡ് കോഫിയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോഴേക്കും ഞാൻ ഫുൾ ഉഷാറായി. പിന്നെ വാവയും അവിടെ ഇങ്ങനെ നടക്കാം. പിന്നെ ഫോട്ടോസ് എടുക്കാൻ അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പം അവരെന്നെ എടുത്തുതരും. ഇതങ്ങോട്ട് പോണ വഴിയാണ് കേട്ടോ. ഇതാണ് ഡുഗോങ് ബേ. ഇതൊക്കെ 4 ഐലൻഡ് ട്രിപ്പിന്റെ ഭാഗമായിട്ടാണുള്ളത്. ഇനി ഒരാൾക്ക് 4,500 5,000 അങ്ങനെയാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതൊക്കെ അവരെടുത്ത് ഫോട്ടോസ് നല്ലതായിട്ടില്ലേ. പിന്നെ അതൊരു ഡ്രോൺ വീഡിയോ എന്ന് പറഞ്ഞാൽ അവരെടുത്താണ്. പിന്നെ അടുത്ത ഐലൻഡിലാണ് നമ്മുടെ സ്നോക്ലിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് തന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ബിക്കോസ് അപ്പുറത്തെ ഐലൻഡിൽ ചേഞ്ച് ചെയ്യാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോഴല്ലേ അപ്പുറത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഐലൻഡിലൊന്നും ഇല്ലാതെ ബോട്ടിൽ കൊണ്ടിട്ട് ഇവര് നടുക്ക് നിർത്തി തരും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ അവിടെ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് അവിടെ പറഞ്ഞില്ല നല്ല ഹോട്ടലും കാഫേസ് ഒക്കെ ഉണ്ട്. അപ്പം അവിടുന്ന് ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് ഞങ്ങള് പോവാണ്. ഇതൊരു 1 പീസ് സ്വിം സ്യൂട്ടാണ് കേട്ടോ, ആമസോണിന്ന് മേടിച്ചതാ. പിന്നെ ഈ കണ്ണടയില്ലേ അത് 500 രൂപയ്ക്ക് ആമസോണിന്ന് മേടിച്ച കേട്ടോ. ഇതാണ് അവരിങ്ങനെ ഒരു സ്ഥലത്ത് ബോട്ടിൽ ഇങ്ങനെ നിർത്തി തരും. എന്നിട്ട് നമ്മളോട് പോയിക്കോളാൻ പറയും. എനിക്കിത് ആദ്യമായിട്ട് ചെയ്യണോണ്ട് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച ആരെങ്കിലും ഒക്കെ കൂടെ വരും അങ്ങനെയാണല്ലോ നമ്മള് ഫോട്ടോയിലൊക്കെ കണ്ടുള്ളൂ. പക്ഷെ ഇതൊരു ഉടായിപ്പ് പരിപാടി ആയിപ്പോയി. പിന്നെ പെട്ടെന്ന് ഇത് ആദ്യമായിട്ട് വെച്ചിട്ട് ആടി പോയിട്ട് ബ്രീത്ത് ചെയ്യണമെന്നൊക്കെ പറയുമ്പോ എനിക്ക് ഇങ്ങനെ ആകപ്പാടെ പേടിയുണ്ട്. പിന്നെ എനിക്ക് ഈ ഷാർക്ക് വരുമോ നമ്മളെ സിനിമയൊക്കെ കണ്ടിട്ടേ അതായിരുന്നു എന്റെ തോട്ട്. പിന്നെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്ത് ഞാൻ കുറച്ച് കവറിലൊക്കെ കണ്ടു. പക്ഷെ ഈ ബോട്ട് മൊത്തം ആൾക്കാരെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക, വേറെ ആരും ഇറങ്ങിയില്ല, ഞാൻ മാത്രം. പിന്നെ ഞാൻ പെട്ടെന്ന് കയറി. ഇത് അടുത്ത ഐലൻഡാണ് കേട്ടോ. ഈ ഐലൻഡിലാണ് നമ്മുടെ ലഞ്ച്. 4th ഐലൻഡ്, ലാസ്റ്റ് ഐലൻഡ്. ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ലഞ്ചും ഉണ്ട്. പിന്നെ ഒരു വാട്ടർ തീം പാർക്കും ഉണ്ട്, അക്വാടോപ്പിയ. നല്ലതാണ് ആക്ച്വലി. പക്ഷെ ഞങ്ങൾ പോയില്ല ബിക്കോസ് വാവനും കൊണ്ട് പോകാനുള്ള മൂടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം നമ്മൾ വിൻ വണ്ടേഴ്സ്, അത് ഇതിലും വലിയ തീം പാർക്കാണ്, അവിടെ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ 2 സ്ഥലത്തും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഡ്രസ്സ് മാറണം, വേറെ ഡ്രസ്സ്
കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾ ആക്ച്വലി. രാവിലെ അങ്ങനെ ഹരിബറി ആയിരുന്നല്ലോ. അപ്പൊ പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചെന്നിട്ട് നൈറ്റ് മാർക്കറ്റിൽ പോകാനുള്ള ഒരു പ്ലാനിൽ ഫിക്സ് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്ന സ്ഥലം. വെജും നോൺ വെജും സെപ്പറേറ്റ് സെക്ഷൻസ് ആണ്. പിന്നെ നമുക്കൊരു വാട്ടർമെലൻ ജ്യൂസ് എന്തോ ഫ്രീ ഉണ്ട് കേട്ടോ കയറി വന്നാൽ തന്നെ. പിന്നെ ഈ കുറേ സ്പ്രെഡ് ഉള്ളതുകൊണ്ട് ഞാനെല്ലാം ഇങ്ങനെ ട്രൈ ചെയ്തു. പക്ഷെ നമ്മുടെ ടേസ്റ്റിന് പറ്റിയ അത്രയൊന്നും ഇല്ലെങ്കിലും എന്നാലും ഞാനെല്ലാം ട്രൈ ചെയ്തു. പിന്നെ അവര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 4:15 ആകുമ്പോൾ കേബിൾ കാറിന്റെ അടുത്തേക്ക് ചെല്ലണമെന്ന്. അപ്പൊ അതുവരെ നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ സ്പെൻഡ് ചെയ്ത്. ഇവിടെ ഒരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു. ഇത് ഒരു വാവയാണ് കേട്ടോ, കിയാന. അവർ മുംബൈയിൽ നിന്നാണ്. അപ്പം വാവയ്ക്ക് ഇങ്ങനെ ചേച്ചിമാരും ചേട്ടന്മാരും ഈ ഏജിലുള്ള കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അവിടെ അത്ര പിള്ളേരൊന്നും ഇല്ല. അപ്പം കിയാനെ കിട്ടിയപ്പോ വാവയ്ക്ക് നല്ല സന്തോഷമായി. അവര് തമ്മില് പിന്നെ കളിയും വർത്താനം പറച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ. കേബിൾ കാറിലും അവരൊരുമിച്ചാണ് ഇരുന്നത്. സോ വാവയ്ക്ക് എന്തായാലും നല്ല സന്തോഷമായിട്ടുണ്ടാവും. മേ ബി ഒരു ഹാഫ് ആൻ അവർ ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഞങ്ങള് ഫോൺ കുറച്ച് ചാർജ് ചെയ്യാനും ഇട്ടു. രാവിലെ ചാർജ് ഒന്നും ചെയ്തില്ലല്ലോ. കേബിൾ കാർ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല എക്സ്പീരിയൻസാ. എന്തെങ്കിലും മിസ്സാക്കണ്ട കേബിൾ കാർ. അപ്പം ഇങ്ങനെ കുറച്ച് ഹൈറ്റിലുമാണ്, പിന്നെ ഈ കടലിന് മുകളിൽ കൂടെയാണല്ലോ, അപ്പൊ നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഇച്ചിരി എത്തിയപ്പോ ഞങ്ങൾക്ക് മഴയും പെയ്തോന്ന്. പിന്നെ ആൾക്കാരൊക്കെ കിടന്നും ഇരുന്നും ഒക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളില്. പക്ഷെ എന്നാലും ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ കാണാനും. പേടിയാവോന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെയൊന്നും പേടിയാവില്ല. പക്ഷെ അതിന്റെ എന്താ ഇടയ്ക്ക് പോൾസ് വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ മുകളിൽ കയറുമ്പോൾ ചെറുതായിട്ടൊരു വയറിന്റെ ഉള്ളിൽ ബട്ടർഫ്ലൈസില് അത് വരും. അല്ലാതെ പേടിയൊന്നും ആവില്ല കേട്ടോ. എന്നാലും നമ്മളും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ കിയാനുള്ളതുകൊണ്ട് വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ നൈറ്റ് മാർക്കറ്റിലാട്ടോ പോയത്. ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സൊക്കെ മാറി നൈറ്റ് മാർക്കറ്റിൽ പോയി. ഇത് നമ്മുടെ റൂമിന്റെ അടുത്തുള്ള നൈറ്റ് മാർക്കറ്റ്, ഡുങ് ഡോങ് നൈറ്റ് മാർക്കറ്റ്. നമ്മൾ കുറച്ചും കൂടി ഒരു ലോക്കൽ സെറ്റപ്പാണ്, ബട്ട് നല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു, കോൾഡ് കോഫി, പിന്നെ എഗ് കോഫി, സാൾട്ട് കോഫി, പിന്നെ മാച്ച ടീ ഒക്കെ കുടിച്ചു. പിന്നെ അതേ കുറെ ഫിഷിനൊക്കെ വെച്ചിട്ടുണ്ട്, ലൈവായിട്ട് നമുക്ക് എടുത്ത് പൊരിച്ചൊക്കെ കഴിക്കാം, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുറെ മീറ്റ് ഒക്കെ ഉണ്ട്, മീറ്റ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിച്ച് അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.